പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനും രക്ഷകനുമായ ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിലിരുന്ന് അങ്ങയുടെ പരിശുദ്ധ വചനങ്ങൾ ധ്യാനിക്കുകയാണ്. ഈ വചനം വായിച്ച് ധ്യാനിച്ച് അങ്ങ് നൽകുന്ന ഉൾക്കാഴ്ചകളും സൽപ്രേരണകളും അങ്ങ് നൽകുന്ന വെളിപാടുകളും സ്വീകരിക്കുവാൻ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ബുദ്ധിയെല്ലാം ഒരുക്കണമേ. എൻ്റെ ശരീരത്തെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഈ തിരുവെളിപാടുകളെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്കായി പകർന്നു കൊടുക്കാനായിട്ട് ഇപ്പോൾ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഈ സംവിധാനത്തെയും ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വചന വെളിച്ചത്താൽ നിറയട്ടെ, വചനത്തിൻ്റെ ചൂടിനാൽ വിശുദ്ധരാക്കപ്പെടട്ടെ, വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ മോചിതരാകട്ടെ. ഈ പരിശുദ്ധ വചനത്തിൻ്റെ ശക്തിയും ശോഭയും ഞങ്ങളെല്ലാവരിലും നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ നിമിഷങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അബ്രാഹവും സഹോദരപുത്രനായ ലോത്തും അവരൊരുമിച്ച് പാർക്കുന്ന കാലത്ത്, അതായത് നെഗബിൽ നിന്ന് ബഥേൽ വരെയും ബഥേലിന് ആയിക്കിവിടയ്ക്കുള്ള കൂടാരമടിച്ചതുമായൊരു സ്ഥലത്ത് ഒരു ബലിപീഠം പണിത് അവർ വസിക്കുന്ന ആ കാലത്ത് രണ്ടു കൂട്ടരുടെയും സമ്പത്ത് ഒത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് ആടുകൾ അതുപോലെ ഇടയന്മാരുടെയൊക്കെ എണ്ണം പെരുകിയപ്പോൾ ഇടയന്മാർ തമ്മിലുള്ള വഴക്കുകൾ മൂലം അബ്രാഹവും ലോത്തും ഒന്ന് വേർപിരിയാൻ തീരുമാനിച്ചു. പക്വതയുള്ളൊരു തീരുമാനം. അവർ വേർപിരിയേണ്ട സമയത്ത് വേർപിരിയണം. ഐക്യം, ഒന്നായി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഹൃദയത്തിലുള്ള ഐക്യമാണ്, മനസ്സുകൊണ്ടുള്ള ഐക്യമാണ്. മനസ്സിലും ഹൃദയത്തിലും അപരനെ ഒഴിവാക്കാതെ ശാരീരികമായി രണ്ട് സ്ഥലങ്ങളിലോ വിദൂരത്തോ ഇരുന്നു പോലും ഐക്യം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് മനുഷ്യർക്ക് പറ്റും. അതിനുള്ള അനുഗ്രഹമാണ് ദൈവം നൽകുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ മാത്രമേ അബ്രാഹവും ലോത്തും വേർപിരിഞ്ഞപ്പോൾ ഉണ്ടായ ദുരന്തം നമുക്കുണ്ടാകാതിരിക്കുകയുള്ളൂ. വേർപിരിഞ്ഞപ്പോൾ അബ്രാഹത്തിന് നന്മയുണ്ടായി, ലോത്തിന് ദുരന്തമുണ്ടായി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിക്കുക, മക്കളോടൊപ്പം കഴിയുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ ജോലി സംബന്ധമായി ഭർത്താവിനോ ഭാര്യയ്ക്കോ വിദൂരത്തേക്ക് പോകേണ്ടതായിട്ട് വരും. ശാരീരികമായി അവർ ഒന്നാകുന്നില്ല. ശാരീരികമായി അവർ ഒരു ഭവനത്തിൽ ഒരു കൂരയ്ക്ക് താഴെ കഴിയുന്നില്ലെങ്കിലും അവരുടെ ആത്മീയ ഐക്യവും മാനസിക ഐക്യവും ഈ ശാരീരികമായി ഒന്നാകലില്ലാത്ത കാലത്തും അവരെ ഒരുമിപ്പിച്ച് നിർത്തുമെന്ന് മാത്രമല്ല, അഭിഷേകത്തിൽ അവരെ നിലനിർത്തും. വഴിപിഴയ്ക്കാതിരിക്കാൻ, മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാൻ, ആത്മാവ് മൃതമാകാതിരിക്കാൻ, മനസ്സ് ദുഃഖപൂരിതമാകാതിരിക്കാൻ, ജഡത്തിൻ്റെ ദുഷ്പ്രേരണകളിലേക്ക് പോകാതിരിക്കാൻ ഈ വലിയ ഐക്യം അനിവാര്യമാണ്. അത് അബ്രാഹാം പ്രകടമാക്കുന്ന ഒരു സംഭവം നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോത്ത് അവൻ ഏറ്റവും സുഖകരവും സന്തോഷകരവും സമൃദ്ധി നൽകുന്നതും സുരക്ഷിതത്വം നൽകുന്നതുമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം അബ്രാഹാം കൊടുത്തു. അന്നത്തെ നാട്ടു നടപ്പനുസരിച്ച്, നിയമം അനുസരിച്ചും അബ്രാഹത്തിനായിരുന്നു തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അധികാരവും. പക്ഷേ അബ്രാഹാം അത് ലോത്തിന് വിട്ടുകൊടുത്തു. ലോത്ത് തൻ്റെ അപ്പൻ്റെ സഹോദരന് ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നൊരു ചിന്ത പോലും മനസ്സിലുണ്ടായില്ല. ലോത്ത് എന്താ കരുതിയത്? ലോത്ത് കരുതി, എനിക്ക് സമൃദ്ധി, സുഖം, സുരക്ഷിതത്വം, അത് മതി. സഹോദരനെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഒരു കരുതലോ ഒരു ചിന്തയോ ഇല്ലാത്ത ഹൃദയ ശൂന്യനായ ഒരു വ്യക്തിയായിട്ട് ലോത്ത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അബ്രാഹാം ഒരു പരാതിയും പറഞ്ഞില്ല. കാരണം ആ ഓപ്ഷൻ, ആ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലോത്തിന് അബ്രാഹാമാണ് കൊടുത്തത്. സോതോം ഗൊമോറ പ്രദേശത്തേക്ക് പോയ ഈ ലോത്ത് അവിടെയുള്ള നഗരങ്ങളിൽ പാർക്കാൻ തുടങ്ങി. അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണെന്ന് ഉൽപ്പത്തി 13:13 പറഞ്ഞിട്ടുണ്ട്. സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. അതൊക്കെ അറിയാം. എനിക്ക് എൻ്റെ അപ്പൻ്റെ സഹോദരൻ്റെ കൂടെ എനിക്ക് സന്തോഷമായിട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി, ദൈവം തന്ന ഭൂമി നിന്നാൽ മതി
എനിക്ക് സോതോം ഗൊമോറ അല്ലെങ്കിൽ സോതോമിലേക്ക് എനിക്ക് പോകണ്ട, അവിടെയുള്ള ജനങ്ങൾ മോശമാണ്, അവർ ദൈവം നൽകിയ അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വരുവാനായിട്ട് പറ്റുന്നവരല്ല എന്ന് വേണം ലോത്തിന് ചിന്തിക്കാം. പക്ഷെ ലോത്തിന് ഇത് മതി. അബ്രാഹം ആകട്ടെ ലോത്തിൽ വേർപെട്ടതിന് ശേഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. അപ്പം കർത്താവ് അബ്രാഹത്തിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. ഒരു വലിയ വാഗ്ദാന ദൈവം നൽകാൻ പോവുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായിട്ട് ഞാൻ തരും. അബ്രാഹത്തോട് ദൈവം പറയുന്ന ഈ വാഗ്ദാനം, ഉൽപ്പത്തി 13:15 പറയുന്ന ഈ വാഗ്ദാനം, ഉൽപ്പത്തി 13:14 പറഞ്ഞത് തല ഉയർത്തി നോക്കണം. അത് 15 പറഞ്ഞു കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും. എങ്ങോട്ട് വേണ്ടെന്ന് നീ നോക്കുക, എല്ലായിടത്തേക്കും നോക്കുക. ഈ കാണുന്നതെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കുമായിട്ട് ഞാൻ നൽകും. ഈ വാഗ്ദാനം പിന്നെ പൂർത്തീകരിച്ചത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ദാവീദിൻ്റെ കാലത്ത് മാത്രമാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ദാവീദ് രാജാവ് ഭരണം ഏറ്റെടുത്ത കാലത്താണ് കാനാൻ ദേശം മുഴുവനും ഇസ്രായേൽ ജനത്തിന് അവകാശമായി കിട്ടിയത്. അതിനു മുമ്പ് അത്രയും കിട്ടിയിരുന്നില്ല. പക്ഷേ ദൈവം വാഗ്ദാനം പൂർത്തീകരിച്ചു കൊടുത്തു. എന്നിട്ട് ദൈവം പറയുകയാണ്, അന്നത്തെ കാലത്ത് ജനങ്ങൾ കേൾക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം, അന്ന് ദൈവം വാഗ്ദാനമായിട്ട് അബ്രാഹത്തിന് കൊടുത്തു. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അതായത് സന്താന സമൃദ്ധി നൽകുമെന്ന് ദൈവം അബ്രാഹത്തോട് പറയുമ്പോൾ അതിൽ ആനന്ദിക്കുന്ന ഒരു സംസ്കാരമാണെന്ന് ജനത്തിനുണ്ടായിരുന്നത്. കാരണം എത്ര മക്കളുണ്ടായി, അത് ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. എത്രത്തോളം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാം ഒരമ്മയ്ക്ക്, അത് ആ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. കുഞ്ഞുങ്ങളില്ലേ, ശപിക്കപ്പെട്ടവളാണ്. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ ഏറ്റവും വലിയ ദുരവസ്ഥയായിട്ട് പരിഗണിച്ചിരുന്ന ഒരു കാലം. എത്രമാത്രം മക്കളുണ്ടായാലും ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളെ കണ്ടിരുന്ന ജനതയിലാണ് ഈ അബ്രാഹം വസിക്കുന്നത്. ആ ജനതയിൽപ്പെട്ട അബ്രാഹം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ സന്തോഷിച്ചു. പറഞ്ഞത് എങ്ങനെയാണ്? ഭൂമിയിലെ പൂഴി പോലെ. അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. അത്ര വലിയൊരു ഒരു ഒരു എക്സാജറേഷൻ വേണം പറയാം. ഭൂമിയിലെ പൂഴി എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല, അത് എത്ര എണ്ണിയാലും തീരില്ല, അത്രത്തോളം ജനത ഉണ്ടാവുകയില്ല. പക്ഷേ നിനക്ക് എണ്ണത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്തോളം വലിയൊരു ജനതയുടെ പിതാവായി നീ തീരുമെന്ന് ദൈവം അബ്രാഹത്തോട് പറയുകയായിരുന്നു. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക. അതായത് ഒരു ഭൂമി സ്വന്തമാക്കുന്ന ഒരു പ്രത്യേക നടപടിക്രമമാണത്. ഒരു ഭൂമിക്ക് നെടുകയും കുറുകയും നടന്നു കഴിഞ്ഞാൽ അത് അയാളുടെ സ്വന്തമായി. അന്ന് വേറെ ആരുടെയും ഭൂമിയല്ല, വെറുതെ കിടക്കുന്ന ആരുടേതുമല്ലാത്ത ഭൂമിയാണ്. അതൊരാൾക്ക് സ്വന്തമാക്കാം. അങ്ങനെ നെടുകയും കുറുകയും നടന്ന് അതിർത്തി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തുള്ള എന്തെങ്കിലും നാച്ചുറലായിട്ട് പ്രകൃതിയിൽ തന്നെയുള്ള ഏതെങ്കിലും ചില കാര്യങ്ങൾ, ഒരു നദിയോ ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കൂട്ടമോ അല്ലെങ്കിൽ ഒരു പാറക്കൂട്ടമോ ഒരു മലയോ ഒക്കെ അതിർത്തിയായി കണ്ട് അതിനിടയിലുള്ള സ്ഥലം മുഴുവനും അവരുടേതായി പ്രഖ്യാപിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ നാട് അബ്രാഹത്തിന് സ്വന്തമായിട്ട് ദൈവം വാഗ്ദാനം ചെയ്തു. പ്രിയപ്പെട്ടവർ, മരുഭൂമിയിലേക്ക്, മരുപ്രദേശത്തേക്ക്, ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് അബ്രാഹം തിരിഞ്ഞു. ലോത്ത് സമൃദ്ധിയിലേക്കും പോയി. പക്ഷെ പിന്നീടാണ് ഒരു ദുരന്തമുണ്ടായത്. അതായത് ഈ പറയുന്ന ലോത്ത് പോയ സ്ഥലങ്ങളിലുള്ള സാമന്ത രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമായി. ആ കലഹം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഒരു ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഷീനാർ രാജാവായ അംറാഫേൽ, എല്ലാസർ രാജാവായ അരിയോഖ്, ഏലാം രാജാവായ ഖേദോർ ലാവോമർ, ഗോയിം രാജാവായ തിദാൽ എന്നിവർ, സോദോം രാജാവായ ബേറ, ഗൊമോറ രാജാവായ ബിർഷ, അദ്മ രാജാവായ ഷേനാബ്, സെബോയിൻ രാജാവായ ഷെമബർ, ബേല അതായത് സേവാർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൻ്റെ ദുരന്ത ഫലം പിന്നീട് നമ്മൾ കാണുകയാണ്. സോദോം, ഗൊമോറ, അദ്മ, സെബായിം, ബേല
എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദിം താഴ്വരയിലാണ്. ഏലാം രാജാവായ കേദോർ ലാവമർ, ഗോയിൻ രാജാവായ ത്രിദാൽ, ഷിനാ രാജാവായ അമ്രാഫേൽ, എലാസർ രാജാവായ അരിയോക്ക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരുന്നു. 4 രാജാക്കന്മാർ 5 പേർക്കെതിരെ. സിദ്ദിം താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു. സോദോമിലെയും ഗൊമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി. സോദോമിലെയും ഗൊമോറായിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങൾ കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു. അതാണ് ആ ചരിത്ര പശ്ചാത്തലം. പക്ഷേ അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. സമൃദ്ധിയും സുരക്ഷിതത്വവും പച്ചപ്പും ഫലപുഷ്ടിയുള്ള മണ്ണും ജലസമൃദ്ധിയും കണ്ടുപോയ ലോത്തിനെന്ത് സംഭവിച്ചു? സോദോമിൽ പാർത്തിരുന്ന അബ്രാഹത്തിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സ്വത്തുക്കളോടൊപ്പം ഈ രാജാക്കന്മാരെ പിടിച്ചു കൊണ്ടുപോയി, തട്ടിയെടുത്തുകൊണ്ടുപോയി. ലോത്ത് ഇപ്പോൾ അടിമയെ തീർന്നിരിക്കുന്നു. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. സഹോദര സ്നേഹം മറന്ന് സ്വാർത്ഥതയിൽ ദൈവത്തിൻ്റെ വിളിയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി അബ്രാഹത്തിൻ്റെ പവിത്രമായ ദൈവവിളിയുടെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കാതെ സ്വത്തും സുരക്ഷിതത്വവും സുഖവും തേടിപ്പോയ ലോത്ത് ഇപ്പോൾ ഇതാ മറ്റൊരു ദേശവാസികളുടെ അവരുടെ രാജാവിൻ്റെ അടിമയായി സ്വത്ത് നഷ്ടപ്പെട്ടവനായി ദുർദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അത് ആ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഹെബ്രായനായ ഒരാൾ വന്ന് അബ്രാമിന് വിവരം അറിയിച്ചു. താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിൻ്റെയും ആനറിൻ്റെയും സഹോദരനായ മാമ്രെ എന്ന അമോര്യൻ്റെ ഓക്കുമരത്തിനോട് അടുത്തായിരുന്നു അബ്രാം എന്ന് താമസിച്ചത്. ഈ മാമ്രെ എന്ന് പറയുന്ന സ്ഥലം അത് ഒരു വ്യക്തിയുടെ പേരായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സ്ഥലത്തിൻ്റെ ഒരു പേരാണ്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അബ്രാം ഏറ്റവും കൂടുതൽ താമസിച്ചിരുന്ന കാനാലി മാമ്രെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതാണ്ട് ജെറൂസലേമിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ തെക്ക് ഭാഗത്തായിട്ട്, ഹെബ്രോണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ മാമ്രെ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒരാളുടെ പേരായിട്ടും പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരുന്നത്, രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രാനായ അബ്രാമിന് വിവരം അറിയിച്ചു. താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിൻ്റെയും ആനറിൻ്റെയും സഹോദരനായ മാമ്രെ എന്ന അമോര്യൻ്റെ ഓക്കുമരത്തോപ്പിനടുത്താണ് അബ്രാഹാം താമസിച്ചിരുന്നത്. ആ സ്ഥലത്തിന് മാമ്രെ എന്ന് പേരും കൊടുത്തു. അപ്പോൾ അബ്രാഹാം വസിച്ചിരുന്ന ഇവിടെ നിന്ന് ജെറൂസലേമിലേക്ക് ഏതാണ്ട് 30 കിലോമീറ്റർ ഉണ്ട്. ഈ ജെറൂസലേമാണ് സത്യത്തിൽ അബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയി മോറിയ മല. അപ്പോൾ ഈ മോറിയ മലയാണ് പിന്നീട് ദാവീദ് ജബൂസനായ അരവനായുടെ മെതിക്കളമായിരുന്ന ആ സ്ഥലം 50 ഷെക്കൽ വെള്ളി കൊടുത്ത് വാങ്ങിയ, ആ ബലിപീഠം പണിയാൻ വേണ്ടി വാങ്ങിയ സ്ഥലം. ബൈബിൾ പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ പറയുന്നത് ഈ മോറിയ മല തന്നെയായിരുന്നു ഈ ജെറൂസലേം നഗരം. അപ്പോൾ ആ ജെറൂസലേമിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള, ഹെബ്രോണിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള മാമ്രയിലാണ് അബ്രാഹാം താമസിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് വിദൂരത്താണ് ഈ സോദോം, അതായത് ജോർദാന്റെ സമതലം. സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റത്തെളിഞ്ഞവരുമായി 318 പേരോടൊപ്പം അബ്രാഹാം ദാൻ വരെ അവരെ പിന്തുടർന്നു. അബ്രാഹത്തിൻ്റെ സമ്പത്ത് ഒത്തിരിയുണ്ട്, പക്ഷെ 318 ധീരന്മാരെ, പടയാളികളെ കൂട്ടിക്കൊണ്ട് അബ്രാഹാം പോയി. ഇതുവരെ ശാന്തശീലനും സൗമ്യനും ഔദാര്യവതിയും അതുപോലെ തന്നെ സഹോദര സ്നേഹമുള്ളവനുമായി വളരെയേറെ ഒരു നല്ല വ്യക്തിയെ കാണപ്പെട്ട അബ്രാഹാം ഇപ്പോൾ ഒരു രാജാവിൻ്റെ അധികാരവും ശക്തിയുമുള്ള ഒരു പടയാളിയുടെ, പോരാളിയുടെ വീര്യമുള്ള ശക്തിയുള്ള ഒരാളായിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു. അബ്രാഹത്തിന് കിട്ടിയ ദൈവവിളിയുടെ വൈശിഷ്ട്യമായിരുന്നു അത്. അബ്രാഹത്തിന് ജനതയുടെ പിതാവാകാനുള്ള വിളിയോടൊപ്പം ശത്രുക്കളിൽ നിന്ന് തൻ്റെ ജനത്തെ മോചിപ്പിക്കാനായിട്ടുള്ള അധികാരവും അഭിഷേകവും ശക്തിയും ധൈര്യമൊക്കെ ഉള്ള ആളായിരുന്നു. രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ ഓടിച്ചു. അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു. ചാർച്ചക്കാരനായ ലോത്തിനെയും അവൻ്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു. അതായത് ലോത്ത് അബ്രാഹത്തോട് ചെയ്ത ക്രൂരമായ സഹോദര സ്നേഹമില്ലായ്മെന്നുണ്ടായ നടപടി അബ്രാഹത്തിൻ്റെ മനസ്സിന് മുറിവായി മാറിയില്ല. കാരണം അബ്രാഹാം തന്നെയാണ് ഈ ഓപ്ഷൻ ലോത്തിന് കൊടുത്തത്. ലോത്ത് ചെയ്യാൻ പോകുന്ന കാര്യം ലോത്തിൻ്റെ നാശത്തിന് കാരണമാകുമോ എന്നൊന്നും അബ്രാഹത്തിന് അറിയാമോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടും. പക്ഷേ സമൃദ്ധിയുടെ നാട്ടിലേക്ക്, പച്ചപ്പ് കണ്ടടത്തേക്ക് ഇന്ന് നമുക്ക് ഉണ്ടാകുന്ന പ്രലോഭനമാണ്. ഈ സഹോദരന് പോയിട്ട് അവനെ ശത്രുക്കൾ പിടികൂടിയെന്ന് കണ്ടപ്പോൾ തൻ്റെ ദൗത്യ നിർവഹണത്തിൽ ഒട്ടും
അവിശ്വസ്തത കാണിക്കാത്ത അബ്രാഹാം 318 പോരാളികളോടുകൂടെ പോയിട്ട് ഈ രാജാക്കന്മാരെ തോൽപ്പിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ലോത്തിനെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്നൊരു സംഭവം ഓർത്തുപോയി. ഞാനത് പലപ്പോഴും പലയിടത്തും പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് സമാനമായ 2-3 സംഭവങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പറയുന്നത് ഇതാണ്. ഒരു വീട്ടിൽ 2 മക്കളുള്ള ഒരു കുടുംബത്തിൽ മക്കള് 2 പേരും ജോലിക്കാരാണ്. അപ്പോൾ അവർക്ക് ജോലി ഉള്ളതുകൊണ്ട് അപ്പൻ വീട്ടിലെ കാര്യമൊക്കെ നോക്കുന്നു. ഭൂമിയുണ്ട്, ആവശ്യത്തിന് ഭൂമിയുണ്ട്. അപ്പോൾ ആ ഭൂമിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോഡ് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് നീളത്തിലായ ഭൂമി കിടക്കുന്നത്. അപ്പോൾ തറവാടിരിക്കുന്നത് റോഡ് സൈഡിലാണ്. ഇളയ മകനാണ് തറവാട് കിട്ടേണ്ടത്. ജ്യേഷ്ഠന് അതിൻ്റെ പുറകിൽ ഒരു 10-500 മീറ്റർ അകലെയായിട്ട് സാമാന്യ നിരപ്പായ ഒരു പീഠഭൂമി പ്രദേശം, ടേബിൾ ലാൻഡ് ഉള്ളതുകൊണ്ട് അവിടെ ഒരു വീട് പണിതു. അങ്ങോട്ടൊരു റോഡ് അപ്പൻ തന്നെ വെട്ടിക്കൊടുത്തു. അപ്പോൾ മൂത്തയാള് അയാളുടെ മകന് കൃഷി മേഖലയിൽ താല്പര്യമുള്ളതുകൊണ്ട് റോഡ് സൈഡിൽ തന്നെ ആ മകന് ഭൂമി കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ അപ്പനോട് പറഞ്ഞു, ഈ തറവാടിരിക്കുന്ന റോഡ് സൈഡിലുള്ള ഭൂമിയിൽ 70% അനുജന് കൊടുത്തേര്, പക്ഷേ ഒരു 30% പ്രദേശം എനിക്ക് തരണം. അപ്പം അനുജൻ ഒട്ടും വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേണ്ട, ഞാനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല, അത് അവന് തന്നെ കൊടുത്തേര്. അപ്പോഴേക്ക് അനുജന് ഒരു സന്തോഷമൊക്കെ തോന്നി, കാരണം താൻ പിടിച്ചെടുത്ത് തന്നെ കിട്ടിയല്ലോ. പക്ഷെ വീണ്ടും ജ്യേഷ്ഠനൊരു തോന്നൽ, റോഡ് വികസനമൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അനുജൻ ഇപ്പോൾ ഈ വീട് പൊളിച്ച പുതിയ വീട് പണിയാൻ പോകുന്ന കേൾക്കുന്നു. അതുകൊണ്ട് അനുജനോട് പറഞ്ഞു, കുറച്ചു കാലം കഴിയുമ്പോൾ റോഡ് വികസനം വരുമ്പോഴേക്ക് നിനക്ക് ഈ ഭൂമിയെല്ലാം നഷ്ടപ്പെട്ടാൽ വീട് അവിടെ വെച്ചെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് അത് വീതിച്ച് തന്നെ എടുക്കാം, എനിക്ക് നിനക്ക് ഒരുപോലെ നഷ്ടപ്പെട്ടോട്ടെ. അപ്പോൾ അനിയൻ പറഞ്ഞു, പറ്റില്ല, എനിക്കിത് തന്നെ വേണം, ചേട്ടൻ അസൂയാണ്, ഞാൻ വലിയ വീട് പണിയുന്നതിന്. മസിൽ പിടിച്ച് വലിയ വാശിയോടെ ആ ഭൂമി സ്വന്തമാക്കി. ജ്യേഷ്ഠൻ ഏതായിരുന്നാലും മത്സരിക്കാൻ പോയില്ല. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ പോലെ സംഭവിച്ചു. 8 വർഷങ്ങൾ കഴിഞ്ഞ് റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ഈ അനുജൻ്റെ പുതിയ വീടും ആ ഭൂമിയും 80% സ്ഥലവും എടുത്തുപോയി. വികസനത്തിനായിട്ട് ഗവൺമെൻറ് എടുത്താണ്ട് ഒന്നും തടയാൻ പറ്റില്ല. നഷ്ടപരിഹാരം തുച്ഛമായിട്ട് കിട്ടിയുള്ളൂ. വലിയ വില കൊടുത്ത് പണിത വീട് നഷ്ടപ്പെട്ടു, ഭൂമി നഷ്ടപ്പെട്ടു. അപ്പോൾ ജ്യേഷ്ഠൻ ഒരു മടിയും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ നിന്ന് അനുജനായിട്ട് വിട്ടുകൊടുക്കുന്നു. അവിടെ നീ വീട് മാറ്റിവെച്ചോ, ഏതെങ്കിലും തരത്തിൽ ആ വീട് വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വെള്ളത്തിന് പ്രയാസമുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ പറമ്പിൽ എവിടെ വേണേലും കിണർ കുഴിച്ചോ. സത്യം പറഞ്ഞാൽ അബ്രാഹത്തിന് തുല്യമായ വിശുദ്ധി കാണിക്കുന്ന ഒരു ജ്യേഷ്ഠനെ ഞാനവിടെ കണ്ടു. ഇതെന്നോട് വികാരിച്ചനാണ് പറഞ്ഞത്. അദ്ദേഹം അന്നത്തെ കൺവെൻഷൻ്റെ ഒരു കൺവീനറായിട്ട് നിന്നപ്പം അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ വികാരിച്ചൻ പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ ഹൃദയ വിശുദ്ധി നിമിത്തം അദ്ദേഹം എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം വിജയം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിൻ്റെ ആ വിശുദ്ധി പിന്നെ അബ്രാഹത്തിന് വലിയൊരു അഭിഷേകവും സ്ഥാനമൊക്കെ നേടിക്കൊടുത്തു. എന്നാൽ അബ്രാഹത്തിന് നേർവിപരീതമായ ശൈലി കാണിച്ച ആ ലോത്ത് വലിയ ദുരന്തത്തെപ്പെട്ടായിട്ട് നമ്മൾ കാണുന്നു. സോദോം ഗൊമോറ ദേശം നശിപ്പിക്കപ്പെട്ടപ്പോൾ സമൃദ്ധി തേടിപ്പോയ ലോത്ത് ആ നാട്ടിൽ നശിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഈ ലോകത്തിലെ സമ്പത്ത്, ഈ ലോകത്തിൻ്റെ സുരക്ഷിതത്വം, അതിനൊന്നാം സ്ഥാനം കൊടുത്ത് സഹോദര സ്നേഹം മറന്ന്, ദൈവിക നീതി മറന്ന്, വിശുദ്ധി മറന്ന് ജീവിച്ചാൽ നമുക്ക് നേടാനുള്ളതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് ബൈബിൾ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്വത്ത് തർക്കം, വീതം വെപ്പിൻ്റെ സമയത്തുള്ള തർക്കങ്ങൾ, അല്ലെങ്കിൽ വിവാഹിതരായ പെൺകുട്ടികൾക്ക് അവർക്ക് സ്വത്തിലൊരു ഭാഗം അല്ലെങ്കിൽ അല്പ സാമ്പത്തിക സഹായം ചെയ്യുന്ന മാതാപിതാക്കളുടെ നല്ല മനസ്സിനെ എതിർക്കുന്ന ആൺമക്കൾ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചുപോയി വർഷങ്ങൾ കഴിഞ്ഞ് സഹോദരങ്ങൾക്ക് കൊടുത്ത ഭൂമിയിൽ ഞങ്ങൾക്കും കൂടി പങ്ക് വേണമെന്ന് പറഞ്ഞ് കേസിനും വഴക്കിനും പോകുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ മക്കൾക്ക് അർഹമായത് കൊടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നു. ആൺമക്കൾക്ക് കൂടുതൽ കൊടുത്ത് പെൺമക്കൾക്ക് അർഹമായത് കൊടുക്കാതിരിക്കുന്ന പാപം ചെയ്യുന്നു. ഇവിടെയെല്ലാം അബ്രാഹത്തിൻ്റെ മുഖത്ത് നോക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ. ലോത്തിനെ പോലെ സുഖവും സമൃദ്ധിയും തേടിപ്പോകുന്ന പാപം ഉണ്ടാകാതിരിക്കട്ടെ. ഔദാര്യവും നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണേ കർത്താവേ. മറ്റുള്ളവരുടെ ആവശ്യം പരിഗണിക്കാനും
അവരോട് സൗഹാർദ്ദപരമായി പെരുമാറാനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. വലിയ അഭിഷേകം എല്ലാവരുടെ മേൽ ചൊരിയണമേ. രോഗപീഠകൾ എല്ലാവരെയും മോചിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ രോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ.
എൻ്റെ പേര് അരുൺ വിൽഫ്രഡ്. ഗവൺമെൻറ് പ്രസ്സിൽ വർക്ക് ചെയ്യുന്നു. 38 വയസ്സായി. അപ്പോൾ ഞാൻ മെയ് അവസാന വാരമാണ് ഇവിടെ ധ്യാനത്തിന് കൂടിയത്. 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ഒരാൾക്ക് ദൈവം തൊട്ട് സുഖപ്പെടുത്തുന്നു, അത് ആരാണെന്നുള്ളത് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്നിട്ട് എനിക്ക് വിശ്വാസമാകത്തോണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. രാത്രി റൂമിൽ ഈ സമയത്തും എൻ്റെ ചെവിയിൽ നിന്ന് അപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ലേസ് വെച്ചിങ്ങനെ തുടച്ചാണ് ഞാൻ അവിടെ ഇരുന്നത് തന്നെ. ഞാൻ റൂമിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് ഒട്ടും വരുന്നില്ല. പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞു, ഇന്നലെ ഞാനൊരു രോഗശാന്തി വിളിച്ച് പറഞ്ഞു, അയാൾ ഇതുവരെ വന്നിട്ടില്ല, ആരാണെന്ന് വെച്ചാൽ എഴുതിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ചാടി എഴുന്നേറ്റു അച്ഛൻ്റെ അടുത്ത് വന്ന് സഹിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ 13-ാമത്തെ വയസ്സിൽ, എൻ്റെ അസുഖം ഇതായിരുന്നു, 13-ാമത്തെ വയസ്സിൽ ഞാൻ ഹാൻഡ്ബോൾ ടീമിലുണ്ടായിരുന്നു. ഹാൻഡ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിന് എൻ്റെ ചെവിയുടെ ബാക്കിൽ ഒരു ബോൾ വന്ന് അടിച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നു. ഞാൻ പല ആശുപത്രികളിലും കാണിച്ചു. അവസാനം മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണം, ചെവിയിലൊരു മുഴ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരു 2 വർഷത്തേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീണ്ടും പഴുപ്പ് വന്നു തുടങ്ങി. വീണ്ടും ആശുപത്രിയിൽ കാണിച്ചിട്ട് ഒരു കുറവുമില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ ഇത് വിളിച്ച് പറഞ്ഞത്. എനിക്കിപ്പോൾ പൂർണ്ണമായും മാറി. ഇപ്പം ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞു. കേൾവി കുറവുണ്ടായിരുന്നു. ഇപ്പം ചെവി കേൾക്കുന്നുമുണ്ട്. അതിനുശേഷം ഇന്നുവരെ പഴുപ്പും വന്നിട്ടില്ല, തലവേദനയും വന്നിട്ടില്ല. ഇതിനോടൊപ്പം തലവേദന ഉണ്ടായിരുന്നു. ഇത് മറ്റുള്ളവരോടൊക്കെ പറയുന്നുണ്ടോ? പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ ഡിവൈൻ വോയിസിൽ എൻ്റെ സാക്ഷ്യം വന്നായിരുന്നു. ഞാൻ അവിടെ തന്നെ 100 കോപ്പി വിതരണം ചെയ്തിട്ടുണ്ട്. അവിടെയുള്ളവരോട് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടണമെന്ന് പലരോടും പറഞ്ഞു. എൻ്റെ ഈ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. എത്ര വർഷം പഴക്കമുള്ള രോഗമായിരുന്നു? 25 വർഷം പഴക്കം. 25 വർഷമായി ചെവി പൊട്ടി പഴുത്തൊഴുകുന്ന രോഗമായിരുന്നു. എന്ന് മാത്രമല്ല, ചെവിയിലൊരു മുഴ അതുപോലെ വളർന്നു വന്നു. ചെവി പഴുപ്പ് ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നെ ചെവിക്ക് കേൾവിക്കുറവുണ്ടായിരുന്നു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുത്ത് ഈ മകനെ ഉയർത്തി. കർത്താവിന് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. സുമാ മേനോൻ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഹോസ്പിറ്റലിലാണ് ജോലി. ഞാൻ ഒരു ബൈസ്റ്റാൻഡേഴ്സ് വന്ന് വിളിച്ചപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജായ ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ ഓടിപ്പോയതാണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വഴിക്ക് വീണു. അങ്ങനെ എൻ്റെ ഇടത് ഷോളർ കുത്തിയാണ് ഞാൻ വീണത്. 9 വർഷമായി ഞാൻ ഈ വേദനയും കൊണ്ട് മരുന്നും കഴിച്ച് നടക്കണം. ഇപ്പോഴാണ് എനിക്കത് കൈ പൊക്കാനും ഉയർത്താനും എല്ലാത്തിനും എനിക്ക് ദൈവം സാധിച്ചു തന്നത്. യേശുവേ ആരാധന. എന്ത് ചികിത്സയാണ് ചെയ്തിരുന്നത്? ഓർത്തോ ആയിരുന്നു. ഓർത്തോടെ ചികിത്സയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. എല്ല് പൊട്ടിയിരുന്നു ഇവിടെ. കൈ അപ്പോൾ ഉയർത്താനും താഴ്ത്താനും ഒന്നിനും പറ്റിയിരുന്നില്ല. 9 വർഷമായിട്ട് സൗഖ്യമില്ലായിരുന്നു. 9 വർഷമായിട്ടില്ലായിരുന്നു എനിക്ക്. എപ്പോഴാണ് സൗഖ്യം കിട്ടിയത്? ഇപ്പം അച്ഛൻ്റെ ഈ സുതിപ്പിന്റെ നേരത്ത്, ആരാധനയുടെ നേരത്ത് വല്ല അനുഭവം കിട്ടിയോ? അനുഭവം കിട്ടിയിരുന്നു. കൈ വിറയിലും, കൈ നല്ലപോലെ വിറയിലും, എനിക്ക് നിന്നിരുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ശരീരത്തിൽ ഭയങ്കര ചൂട് അനുഭവപ്പെട്ടിരുന്നു. തലേന്ന് ഇങ്ങനെ കരണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഈ കയ്യിൽ എന്തോ വന്ന് തട്ടണ പോലെ തോന്നി എനിക്ക്. അതിനുശേഷം വേദന ഒട്ടുമില്ലായിരുന്നു. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴുണ്ടായ രോഗശാന്തി അനുഭവമാണ് ഈ മകള് സാക്ഷ്യപ്പെടുന്ന. പേരെന്താണ്? എൻ്റെ പേര് സുമാ മേനോൻ. സുമാ മേനോൻ, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. തൃശ്ശൂര്. ഇവിടെ വിശ്വാസവർ ആരെല്ലാം വരുന്നുവോ അവരെല്ലാം ഈശോ സുഖപ്പെടുത്തുകയാണ്. ഇതാ കർത്താവ് ഈ മകളെ സുഖപ്പെടുത്തിനോർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.